വി സിയുടെ പിൻ നമ്പറാണ് 566, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഇത്. വി സി ഒ നിങ്ങൾ എഴുതുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സും സിങ്കിൻ്റെ. ബോക്സിൻ്റെ താഴെ 3 ട്രയാങ്കിളുണ്ട്. ആദ്യത്തെ ട്രയാങ്കിളിനും അവസാനത്തെ ട്രയാങ്കിളിനും ഓരോ ഇൻപുട്ടേ ഉള്ളൂ. നടുക്കത്തെ ട്രയാങ്കിളിന് 2 ഇൻപുട്ടുണ്ട്. ഇതൊരു കമ്പാരേറ്ററാണ്, ഷ്മിറ്റ് ട്രിഗർ കമ്പാരേറ്ററാണ്. ഈ ഒരു ഫ്ലോയിൽ വരുന്നത് നെഗറ്റീവിലോട്ടാണ് കൊടുത്തേക്കുന്നത്. പോസിറ്റീവിലേക്ക് നമ്മളൊരു ത്രെഷോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 റെസിസ്റ്റേഴ്സിൻ്റെ നടുക്കുന്ന് കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ ഇപ്പുറത്തെ എൻഡ് ഗ്രൗണ്ടും ചെയ്തേക്കുക, അപ്പുറത്തെ എൻഡ് നേരെ കൊണ്ടുവന്ന് കറണ്ടിൻ്റെ അകത്തോട്ട് കൊടുത്തേക്കുക. അവിടുന്ന് തന്നെ വേറെ ഒരെണ്ണം എടുത്ത് ഈ കപ്പാസിറ്റർ വഴി താഴോട്ടും വരുന്നുണ്ട്. ഇനി ആദ്യത്തേത് ബഫറാണ്. ബഫർ എന്ന് വെച്ചാൽ കൊടുക്കുന്ന അതുപോലെ തന്നെ ഇപ്പുറത്ത് വരിക, ഒരു ഇൻപുട്ടേ ഉള്ളൂ. രണ്ടാമത്തത് കമ്പാരേറ്ററാണ്. കമ്പാരേറ്റർ എന്ന് വെച്ചാൽ 2 കമ്പയർ ചെയ്യും, ഔട്ട്പുട്ട് വരും. ഏറ്റവും ലാസ്റ്റിലത് ഇൻവെർട്ടർ ഓർ ആംപ്ലിഫയർ, അത് നമുക്ക് ഔട്ട്പുട്ട് തരും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ പറയേണ്ടത്, ഈ കറണ്ട് സോഴ്സും സിങ്കും വഴി ഇങ്ങനെ കറണ്ട് ഇവിടെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ പറയാം കറണ്ട് വന്നത് ചാർജായി. ആ ചാർജ് ആകുന്ന സംഭവം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ചാർജ് ആകുമ്പോൾ ഇങ്ങനല്ലേ കൂടുന്നത്, ഈ ട്രയാങ്കിളല്ലേ വരുന്നത്. ആ ട്രയാങ്കിൾ കണ്ട ഇവിടെ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ഔട്ട്പുട്ടിനെയും കാണാം. അതായത് ചാർജ് ആകുന്നതാണ് ഈ ബഫർ ഇങ്ങോട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അതാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ചാർജായി ഒരു വാല്യൂ എത്തത്തില്ലേ, അപ്പോഴത്തേക്ക് ഈ നെഗറ്റീവിലല്ലേ ആ ചാർജ് കൂടുന്നത്. അപ്പം നെഗറ്റീവിൽ വലിയൊരു വാല്യൂ വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എന്താകും, -Vsat ആകും. ആ -Vsatനെ ഇൻവേർട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും, അതായത് +Vsat കിട്ടും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് എന്തോ പറ്റും, ഈ Vsat ഇവിടെ ഫീഡ്ബാക്കും ചെയ്യുന്നുണ്ട്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകാൻ തുടങ്ങും. ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറഞ്ഞല്ലേ വരുന്നത്, കണ്ടോ, ഈ വേവിൻ്റെ ഇങ്ങനെ കുറഞ്ഞല്ലേ വരുന്നത്. ആ കുറഞ്ഞിവിടെ വരുമ്പോഴത്തേക്ക് ഈ മൈനസിലെ സംഭവം കുറയാൻ തുടങ്ങും. മൈനസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലസ് ഭാഗമല്ലേ വലുതായി നിൽക്കുന്നത്, അതായത് ഔട്ട്പുട്ട് അപ്പം +Vsat ആകും. അപ്പോൾ ഈ നെഗറ്റീവ് സമയത്ത് ഔട്ട്പുട്ട് +Vsat ആകും. അതിന് തിരിച്ചിട്ടാണ് നമ്മൾ ഇപ്പുറത്തെടുക്കുന്നത്. അപ്പം -Vsat നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇത് ചാർജ് ആകും, അപ്പം ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടും, ആ സമയത്ത് -Vsat കിട്ടും. ഇത് ഡിസ്ചാർജ് ആകും, അപ്പം ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് കിട്ടും. അങ്ങനെ കുറഞ്ഞു വരുന്നത് കാരണം ഈ പ്ലസ് വലുതാകും, അപ്പം +Vsat കിട്ടും. അങ്ങനെയാണ് ഈ VCO വർക്ക് ചെയ്യുന്നത്. നമ്മൾ അപ്പം കണ്ടോ, ഔട്ട്പുട്ടിലൊരു സ്ക്വയർ വേവും ട്രയാങ്കിൾ വേവും നമുക്ക് VCOയിൽ നിന്ന് എടുക്കാൻ പറ്റും.